എം.കെ. രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അനൗദ്യോഗിക തുടക്കം കുറിച്ച കെ.പി.സി.സിയുടെ സമരാഗ്നി യാത്രയുടെ കോഴിക്കോട് സ്വീകരണ സമ്മേളനം. കോഴിക്കോട് യു.ഡി.എഫ് സ്ഥാനാർത്ഥി എം.കെ. രാഘവനെ തന്നെ വേണമെന്ന ഡി.സി.സി പ്രസിഡന്റ് പരസ്യമായി ആവശ്യപ്പെട്ട സമ്മേളനത്തിൽ അതിനെ പിന്തുണയ്ക്കുന്ന പ്രസംഗമാണ് കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ നടത്തിയത്. കേരളത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എംപിമാർ തന്നെ വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്ന് പാർട്ടി തലത്തിൽ ധാരണയുണ്ട്. എങ്കിലും സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. അതിനിടെയാണ് കെ.പി.സി.സിയുടെ സമരാഗ്നി യാത്രയ്ക്ക് കോഴിക്കോട് കടപ്പുറത്തൊരുക്കിയ സ്വീകരണ സമ്മേളനം എം.കെ. രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കമാക്കി നേതൃത്വം തന്നെ മാറ്റിയത്. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എം.കെ. രാഘവനായിരുന്നു. സ്വാഗത പ്രാസംഗികനായ കോഴിക്കോട് ഡി.സി.സി പ്രസിഡന്റ് കെ. പ്രവീൺകുമാർ എം.കെ. രാഘവനെ വാനോളം പുകഴ്ത്തി. കോഴിക്കോട് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം തന്നെ വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു. എം.കെ. രാഘവൻ ഞങ്ങൾ വീണ്ടും വിജയിപ്പിക്കും. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള എം.പി, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എം.പി ഓഫീസ്, ഇങ്ങനെയൊക്കെ തന്നെ കോഴിക്കോട്ട് ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുത്ത എം.കെ. രാഘവനെ കോഴിക്കോട് മറക്കില്ല. അമ്പലപ്പുഴ പാൽപ്പായസം രുചിയുള്ള ആഹാരമാണ്. ഒരുപാട് കഴിച്ചാൽ അത് മടുക്കും. പക്ഷേ എത്ര തവണ ജയിപ്പിച്ചാലും എം.കെ. രാഘവനെ കോഴിക്കോട്ടുകാർക്ക് മടുക്കില്ല എന്നുള്ളതാണ് കോഴിക്കോട്ട് തെരഞ്ഞെടുക്കുന്ന സത്യം. പിന്നാലെ അധ്യക്ഷനായി എത്തിയ എം.കെ. രാഘവൻ തന്റെ പ്രവർത്തനങ്ങളെ ഗിമ്മിക്ക് എന്ന് വിശേഷിപ്പിച്ച CPIM-നുള്ള മറുപടി നൽകി. അതിലൂടെ തന്റെ വികസന നേട്ടങ്ങളും ഉയർത്തിക്കാട്ടി. CPM-ന്റെ നേതാവ് എന്നെ കുറിച്ച് പറഞ്ഞത് കോഴിക്കോട് എം.കെ. രാഘവൻ ജിമ്മി കാണിക്കുന്നു എന്നാണ്. ഞാൻ അവരോട് ഒരു കാര്യം പറയാം, കോഴിക്കോട്ടെ ജനങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നവർ, ജിമ്മിക്കല്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റുകൾ എണ്ണി പറയാൻ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ച ഒരു ജനപ്രതിയാണ് ഞാൻ. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മാച്ചിങ് ഫണ്ട് 70 ലക്ഷം കോടി നൽകി. നിങ്ങൾക്കറിയാം, 200 കോടിയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കോഴിക്കോട് സ്ഥാപിച്ചു. അത് ജിമ്മിക്കല്ല എന്ന് പറയാൻ ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുന്ന അവസ്ഥ ഞാൻ ഉപയോഗിക്കുകയാണ്. എം.കെ. രാഘവന്റെ ജനപിന്തുണ തന്നെ അതിശയിപ്പിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ മറുപടി പ്രസംഗം തുടങ്ങിയത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കടന്നു വരണം, കോൺഗ്രസ് ജയിക്കണം, കോൺഗ്രസിന്റെ കയ്യിലേക്ക് രാഷ്ട്രത്തെ കൈമാറ്റം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾക്കുണ്ടാവണം, അതിനുള്ള മനസ്സിന് ചങ്കുറപ്പ് നിങ്ങൾക്കുണ്ടാവണം. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും അതിന്റെ തെറ്റുകളെയും കുറ്റങ്ങളെയും കണ്ട് മാറ്റി നിർത്തി ശരിയോടൊപ്പം ഒട്ടിനിന്ന് പോകാൻ ഈ പറയുന്ന സമരാഗ്നി എന്ന് പറയുന്ന ഈ സമരത്തിലൂടെ നമുക്ക്. പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ, മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി P.K. കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളും സന്നിഹിതരായിരുന്നു. തുടർച്ചയായി 4ാമത്തെ തവണയാണ് എം.കെ. രാഘവൻ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടാൻ ഒരുങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ജനകീയത തന്നെയാണ് കോൺഗ്രസിനും UDF-നുമുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.